ലേഡി ബ്രാക്നൽ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബട്ട് ആൽഗർണോൺ റിയലി ഡസൻ ലൈക്ക് ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. ആക്ച്വലി ഹി വാണ്ടഡ് ടു എസ്കേപ്പ് ഫ്രം ദ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്, the social role. They have to pose as gentlemen. Actually they are very wild. They really like to enjoy themselves, entertain themselves. അങ്ങനെയുള്ള ആളുകളാണ് ഈ ആൽഗർണോൺ ആണെങ്കിലും ജാക്ക് ആണെന്നുണ്ടെങ്കിലും. പക്ഷെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ ഭയങ്കര നന്മമരങ്ങളായി നിൽക്കുകയും വേണം. അതുകൊണ്ടാണ് ഇവരിങ്ങനെ വേറൊരു ഡബിൾ റോളിലേക്ക് പോകേണ്ടി വരുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ അങ്ങനെ ഉണ്ടല്ലോ. ഇവിടെയൊക്കെ നമ്മളിപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ട്. മീൻസ് നാട്ടിൽ ഭയങ്കര നല്ല പേരായിരിക്കും. പിന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എങ്ങോട്ടൊക്കെ ടൂറ് പോകുന്നു എന്നൊക്കെ പറയുന്നേക്കാം. പിന്നെ അവിടെ വെച്ച് പലരും കണ്ടുമുട്ടി, പലതും കണ്ടു എന്നൊക്കെ പറയുന്നേക്കാം. അതായത് മീൻസ് ആളുകളുടെ ഈ സോഷ്യൽ പ്രഷർ കാരണം, നമുക്ക് ഈ ഒരു മൊറാലിറ്റിയുടെ പ്രഷർ കാരണം ആളുകൾക്ക് അവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാൻ പറ്റുന്നില്ല. അതുതന്നെയാണ് അവിടെയും സംഭവിക്കുന്നത്. നമ്മളപ്പോൾ പറയാറുണ്ട്, വിക്ടോറിയൻ കാലഘട്ടം പോലെയാണ് നമ്മുടെ നാട്ടിലുള്ള മൊറാലിറ്റി എന്നൊക്കെ പറയാറുണ്ട് ഇപ്പം. ഓക്കെ, means that is what we expect from our people. Okay, then Lady Bracknell and Algernon go into the music room. അതായത് ഇവർക്ക് രണ്ടുപേർക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഗണ്ടലിനെ ജാക്കിനെയും അവിടെ റൂമിൽ തന്നെ ആക്കാൻ വേണ്ടിയിട്ട് ലേഡി ബ്രാക്നലിനെ കൂട്ടിയിട്ട് അൽഗർണോൺ അടുത്ത റൂമിലേക്ക് പോവുകയാണ്. അൽഗർണോണിൻ്റെ മീൻസ് all this vanity show off, that kind of things are happening in the drama. They were talking about many songs. Lady Bracknell says I don't like French songs, actually German is better. അങ്ങനെയൊക്കെ രീതിയിൽ ഭയങ്കര അരിസ്റ്റോക്രാറ്റിക് ആയി ഭയങ്കര സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു കോൺവെർസേഷനാണ് ഇപ്പം അവിടെ അൽഗർണോൺ അതുവരെയുള്ള അൽഗർണോണൊന്നല്ല. ലേഡി ബ്രാക്നലിനെ കണ്ടപ്പോൾ ഭയങ്കര ഡീസൻ്റായി. ദെൻ ദേ വർ ടോക്കിംഗ് ഓൾ ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. ഓക്കെ, സോ ആൻഡ് വെൻ ദേ ബോത്ത് അൽഗർണോൺ ഐഡിയാപരമായി ലേഡി ബ്രാക്നലിനെ അപ്പുറത്തെ റൂമിലേക്ക് മ്യൂസിക് റൂമിലേക്ക് കൊണ്ടുപോയപ്പോൾ ദേ വർ അലോൺ ദർ. ദർ ഇസ് ദിസ് Jack and Gwendolyn, and they declare their love for each other. Then but ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞെങ്കിലും that is Gwendolyn says she loved him from the moment she knew his name was Ernest. Jack realizes she is obsessed with the name Ernest and he must change his name. Okay, അപ്പം അതൊരു ഏണസ്റ്റ് എന്നുള്ള പേരിനോട് ഗണ്ടലിന് ഭയങ്കര താല്പര്യം ഉണ്ടെന്നുള്ളത് ആർക്ക് മനസ്സിലായി? ജാക്കിന് മനസ്സിലായി. അപ്പോൾ ജാക്ക് ഇനിയിപ്പം എന്താ ചെയ്യുക, മാറ്റേണ്ടി വരുമല്ലോ പേരെന്ന് ഇങ്ങനെ ആലോചിച്ചു. എന്തായാലും എനിവേ ജാക്ക് പ്രൊപ്പോസസ് ഹെർ ആൻഡ് ഷീ റെസ്പോൺസ് പോസിറ്റീവ്ലി. അപ്പം ആ ഒരു പൊസിഷൻ മീൻസ് റെസ്പോണ്ട് വിൽ യു മാരി മീ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നീലിരിക്കുന്ന പൊസിഷനിലായ സമയത്താണ് ലേഡി ബ്രാക്നൽ എൻറ്റേഴ്സ്. ഓക്കെ, ദെൻ ഷീ വാസ് വെരി ആങ്കേർഡ് ആൻഡ് ദെൻ ഷീ ഓപ്പോസസ് ദ എൻഗേജ്മെൻറ്റ് ആൻഡ് ദെൻ sent Gwendolyn out and questions Jack on his family background and fortunes. അതൊന്നുമില്ല, ജാക്കിനോട് ജാക്ക് എന്ന് പറയുന്ന വ്യക്തിയോട് ഉള്ള താല്പര്യക്കുറവിനേക്കാൾ ഉപരി ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അതുപോലെയുള്ള ഫോർച്യൂൺസ്, എത്രമാത്രം വെൽത്തിയാണ്, എത്രമാത്രം ഇവരുടെ എന്താ പറയുക ഈ ഒരു പേര് തറവാടിത്തം അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ അറിഞ്ഞാലേ ഉള്ളൂ ലേഡി ബ്രാക്നൽ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് കൈൻഡ് ഓഫ് തിങ്സ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ കല്യാണമൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് നമുക്കറിയാലോ, നമ്മളിങ്ങനെ ബാങ്ക് ബാലൻസ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടെയൊക്കെ പല ആളുകളും പോകുന്നത് കാണാം. മീൻസ് ഇങ്ങനെ നമുക്കനുസരിച്ച് ഫാമിലി ആണ് അല്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, സോ അത് തന്നെ. അപ്പോൾ ലേഡി ബ്രാക്നൽ ഓപ്പൺ ആയിട്ട് അത് പറയാണ്. മീൻവൈൽ അൽഗർണോൺ പ്ലേസ് സോങ് പിയാനോയിൽ ദ വെഡ്ഡിങ് മാർച്ച് ഇൻ ദ പിയാനോ ആസ് എ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ദ വെഡ്ഡിങ് മാർച്ച്. ഓക്കെ, അപ്പോൾ ഈ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇനി അഥവാ ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ വരില്ല, ബട്ട് നമ്മൾ ഇനിയിപ്പം ചോദിച്ചാലോ എന്ന് കരുതിയിട്ടാണ്. ദ വെഡ്ഡിങ് മാർച്ച് എന്ന് പറയുന്ന സോങ്ങാണ് അവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ. ഈ മീൻസ് വെൻ ലേഡി ബ്രാക്നൽ ക്വസ്റ്റ്യൻസ് Jack of his whereabouts, and then Jack reveals എന്തൊക്കെയാണ്? Jack reveals that he is 29 years old. He has an income of 7,000 to 8,000 per year through investments. അത് വലിയ കുഴപ്പമൊന്നുമില്ല, ഇതൊന്നും പ്രശ്നമില്ല ആർക്കും, പിന്നെ ലേഡി ബ്രാക്നലിന്. ആൻഡ് ദെൻ ഹി ഓൾസോ റിവീൽസ് ദാറ്റ് ഹി സ്മോക്സ് ബട്ട് ഇറ്റ് ഡസൻറ്റ് മാറ്റർ കേട്ടോ. അതെന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സ്വഭാവം വേണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ലേഡി ബ്രാക്നൽ. ഓൺസ് എ ഹൗസ് നമ്പർ 149 ഇൻ ബെൽഗ്രേവ് സ്ക്വയർ. ആൻഡ് ദെൻ ഷീ റെസ്പോൺസ് ദാറ്റ് ഇറ്റ് ഈസ് ദ അൺഫാഷനബിൾ സൈഡ് ഓഫ് ദ സിറ്റി എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ദെൻ ഇൻ പൊളിറ്റിക്സ് ഹീ ഈസ് എ ലിബറൽ യൂണിയനിസ്റ്റ്, ദാറ്റ് ഈസ് ബേസിക്കലി ടോറീസ്. ഓക്കെ, അപ്പോൾ she is okay with that because basically she is from an elite class
അപ്പർ ക്ലാസ്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് വിഗ് ടൈപ്പ് ആ ഒരു രീതിയിലായിരിക്കുമല്ലോ അവരുടെ ഒരു ചൈവ് ഉണ്ടാവുക. ബട്ട് ഇറ്റ് ഡസൻറ്റ് മാറ്റർ എന്നുള്ള രീതിയിൽ, കാരണം ഈ ഇൻകമും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ബട്ട് ദ മൊമെൻറ്റ് വെൻ ഷീ ആസ്ക് ഹിം അബൌട്ട് ഹിസ് പാരൻസ്, അപ്പോഴാണ് പ്രശ്നമാവുന്നത്. ആൻ ഓർഫൻ, ഹി സേസ് ദാറ്റ് ഹീ ഈസ് എൻ ഓർഫൻ ഹു വാസ് ഫൗണ്ട് ഇൻ എ ഹാൻഡ് ബാഗ്, ലാർജ് ലെതർ ഹാൻഡ് ബാഗ് വിത്ത് ഹാൻഡിൽസ് ഇൻ ദ ക്ലോക്ക് റൂം, വിക്ടോറിയ സ്റ്റേഷൻ. ഓക്കെ, എവിടെയാണ് കിട്ടുന്നത് ഈ കുട്ടിയെ? മീൻസ് എവിടെ നിന്നാണ് ഒറിജിൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വെച്ചപ്പോൾ പാരൻസ് ഇല്ല, ഓർഫനാണ്, ഇങ്ങനെ ഞാൻ ഇങ്ങനെ എന്നെ ഒരാൾക്ക് കിട്ടുകയാണ് ചെയ്തത്, മീൻസ് അഡോപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ദാറ്റ് ഈസ് ഐ വാസ് ഫൗണ്ട് ഇൻ എ ലെതർ ഹാൻഡ് ബാഗ് വിത്ത് ഹാൻഡിൽസ് ഇൻ ദ ക്ലോക്ക് റൂം, വിക്ടോറിയ സ്റ്റേഷൻ. വിക്ടോറിയ സ്റ്റേഷൻ മീൻസ് വിക്ടോറിയ റെയിൽവേ സ്റ്റേഷൻ, വലിയ സ്റ്റേഷനാണ്. അപ്പോൾ അവിടുത്തെ ക്ലോക്ക് റൂമിലാണ് ഈ ഒരു കുട്ടിയെ മീൻസ് എന്നെ കിട്ടിയതെന്ന് പറയുന്നതോട് കൂടി അങ്ങനെ നാടും വീടും ഒന്നും ഇല്ലാത്ത ഒരാളായിട്ട് കല്യാണം കഴിപ്പിക്കില്ല. ലേഡി ബ്രാക്നൽ ഗെറ്റ്സ് ആംഗ്രി, റിജക്ട്സ് ദ പ്രപ്പോസൽ ആൻഡ് റഷസ് ഔട്ട്. നല്ലൊരു ഫാമിലി സെറ്റപ്പ് ഇല്ലാതെ എങ്ങനെ കല്യാണം കഴിക്കും, മോളെ കഴിപ്പിക്കാൻ പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ട് ഷീ റിജക്ട്സ് ദ പ്രപ്പോസൽ ആൻഡ് റഷസ് ഔട്ട്. നൗ അപ്പം അൽഗർണൺ എൻ്റർ ചെയ്തു. ദർ ഈസ് എ ഡിസ്കഷൻ ബിറ്റ്വീൻ ജാക്ക് ആൻഡ് അൽഗർണോൺ ഓൺ വാട്ട് ഹാപ്പൻഡ്, ആൻഡ് ജാക്ക് വണ്ടേഴ്സ് ഇഫ് എവർ ഗൊണ്ടലൻ ബിക്കംസ് ഹൊറിബിൾ ആസ് ഹെർ മദർ, ടു വിച്ച് അൽഗർണോൺ സേസ് ഓൾ വുമൻ ബിക്കം ലൈക്ക് ദർ മദർ. ഓക്കെ, മീൻസ് എന്താണ്, ജാക്കിന് ഭയങ്കര ഹൊറിബിളായി തോന്നി. ഗോർഗോൺ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. പിന്നെ മീൻസ് ഒരു മോൺസ്റ്റർ എന്നുള്ള രീതിയിലാണ് ആര് പറയുന്നത്, ജാക്ക് പറയുന്നത്. ആരെ? ലേഡി ബ്രാക്നലിൻ്റെ. അവരുടെ വർത്താനവും അതൊന്നും രീതിയൊന്നും ആർക്കും ഇഷ്ടപ്പെട്ടില്ല, ജാക്കിന് ഇഷ്ടപ്പെട്ടില്ല. മീൻസ് ഒരു വെൽ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ് ജാക്ക് ആക്ച്വലി. പിന്നെ ഇങ്ങനെ ഒരു കള്ളത്തിലുണ്ട്, ഏണസ്റ്റ് എന്നുള്ള പേരിലാണ് ഇവിടെ ഉള്ളതെന്നുണ്ടെങ്കിലും ഹീസ് എ വെൽ റെസ്പെക്റ്റഡ് വെൽ ടു ഡു ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു ആൾ തന്നെയാണ്. അപ്പം he becomes irritated by seeing this woman's hypocrisy, treatment, എക്സെട്ര. അപ്പോൾ അതുകൊണ്ട് അവ സ്ത്രീയെ തീരെ ഇഷ്ടമായില്ല. അപ്പോൾ ചോദിക്കും ഗൊണ്ടലൻ അങ്ങനെ ആവും ഇനി ഭാവിയിൽ എന്ന് ആലോചിക്കുമ്പോൾ അൽഗർണൺ ഈസ് വെരി ഫണ്ണി. ഈ സേസ് ഓൾ വിമൻ ബിക്കം ലൈക്ക് ദർ മദർ. സാരല്ല കേട്ടോ, എന്തായാലും പിന്നെ ഷീ ഈസ് ഓൾസോ ഗോയിങ് ടു ബി ലൈക്ക് ഹെർ മദർ എന്ന് ഒരു ആശ്വാസവചനം പറയണം. അത് ആശ്വാസവചനം അല്ല ആക്ച്വലി. സോ ജാക്ക് സേസ് വൺസ് മാരേജ് ഈസ് ഓവർ ഈ വിൽ ഗെറ്റ് റീഡ് ഓഫ് ഏണസ്റ്റ്. ഏണസ്റ്റ് എന്നുള്ള പേര് ഒഴിവാക്കും. ടോക്സ് മീൻസ് എങ്ങനെയെങ്കിലും പറഞ്ഞിട്ട് ഇത് ഒഴിവാക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തും. ടോക്സ് ഓഫ് സിസിലി, ടു വിച്ച് അൽഗർണോൺ ഈസ് ക്വൈറ്റ് ഇൻട്രസ്റ്റഡ് ഇൻ, ജാക്ക് ഡിസ്മസസ് ആസ് ഷീ ഈസ് ഓൺലി 18 years old. സിസിലിയെക്കുറിച്ച് ഇങ്ങനെ സിസിലിയോട് പറയണം, ഇനി എൻ്റെ ബ്രദർ ഒക്കെ മരിച്ചു പോയി, ഇനിയൊന്നുമില്ല, എനിക്ക് വയ്യത് എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ സിസിലിയെക്കുറിച്ച് പറയുമ്പോൾ അൽഗർണോണിന് ഒരു താല്പര്യം തോന്നുകയാണ്. അപ്പോൾ തന്നെ ജാക്ക് പറയുമ്പോൾ അങ്ങോട്ട് നോക്കണ്ട, ബിക്കോസ് ഷീ ഈസ് ഓൺലി 18 years old. ഓക്കെ, then Gondolin enters. She expresses her concern over her mother's reactions and says his story as a romantic one. She is too young, so she is saying എന്തൊരു റൊമാൻറ്റിക് സ്റ്റോറി അങ്ങനത്തെ രീതിയിലാണ്. സ്റ്റോറി ഓഫ് ഒറിജിൻ മീൻസ് ക്ലോക്ക് റൂമിൽ നിന്ന് കുട്ടിയെ കിട്ടിയ ബാഗിൽ എന്നുള്ളതൊക്കെ ഒരു റൊമാൻറ്റിക് സ്റ്റോറി എന്നുള്ള രീതിയിലാണ് ആര് കാണുന്നത്, ഗണ്ടൽകൺ. ഷീ ഡിസ്മിസസ് ദാറ്റ് ആൻഡ് ഷീ ഡിക്ലെയർസ് ഹെർ ഡിവോഷൻ, ദാറ്റ് ഈസ് ഹെർ ലവ് ടുവേർഡ്സ് ജാക്ക്. And in order to communicate, Jack shares his country address with her so that they can communicate. Okay, that is the address is the Manor House, Woolton, Hertfordshire. അപ്പോൾ ഇത് കേൾക്കുന്നത് ആരാണ്? അൽഗർണൺ കേൾക്കുന്നുണ്ട്. സോ ഹി നോട്ട്സ് ദിസ് ഡൗൺ ഓൺ ഹിസ് ഷർട്ട് കഫിലാണ് എഴുതി വെക്കുന്നത്. ഷർട്ടിൻ്റെ കഫിൽ എഴുതി വെക്കുകയാണ് സീക്രട്ട്ലി. ദെൻ ഓൾ ഓഫ് ദം ഡിപ്പെഡ്. അപ്പോൾ അൽഗർണോണിന് ഹാപ്പി ആയി, കാരണം അഡ്രസ്സ് കിട്ടിയല്ലോ. ഇതുവരെ അൽഗർണോണിന് അതറിയില്ലായിരുന്നു ഇങ്ങനെ ഹെർട്ട്ഫോർഡ്ഷെയറിലെ അഡ്രസ്സും കാര്യങ്ങളൊന്നും. അപ്പോൾ ദേ ആർ വെരി ഹാപ്പി. സോ ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ആക്ട് 1. ദെൻ ആക്ട് 2. അപ്പം ആക്ട് 1 നടന്നത് ഫ്ലാറ്റിലാണ്, മീൻസ് അൽഗർണോണിൻ്റെ ഫ്ലാറ്റിലാണെന്നുണ്ടെങ്കിൽ ആക്ട് 2 ഈസ് ഹാപ്പനിങ് ഇൻ ദ ഗാർഡൻ അറ്റ് മാനർ ഹൗസ്, ഹെർട്ട്ഫോർഡ്ഷെയറിൽ. ഓക്കെ, സോ നൗ സിസിലി ആൻഡ് ഹെർ ഗവർണസ് മിസ് പ്രിസ് are talking. Means Prism is not really Cicely is not interested in studies. Instead she loves writing everything down in her diary. ഓക്കെ, അപ്പം ഡയറിയിൽ എല്ലാതും എഴുതി വെക്കുക, അങ്ങനെ ഓരോ സ്വപ്ന ലോകത്ത് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് സിസിലി എന്ന് പറയുന്നത്. പഠിക്കാനൊന്നും അവർക്ക് താല്പര്യമില്ല. ദെൻ കാനൻ ചെസ്ബൽ എൻറ്റേഴ്സ് ആൻഡ് ഹീ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ മിസ് പ്രിസ് ആൻഡ് ദെൻ ട്രൈസ് ടു വൂ ഹർ. എന്തൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മീൻസ് എന്താണ്, പിന്നെ ഇങ്ങനെ മിസ് പ്രിസിനോട് പിന്നെ
സിസിലിക്ക് പഠിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് മിസ് പ്രിസ്ം. അപ്പോൾ ഹി സേസ് ദാറ്റ് ഐ വുഡ് ലവ് ടു സിറ്റ് വിത്ത് മിസ് പ്രിസ്ം ആൻഡ് ദെൻ ഐ വുഡ് ഓൾവേസ് ബി ഇൻട്രസ്റ്റഡ്, ഐ വുഡ് ബി റിയലി ഹാപ്പി ടു ബി ഹർ സ്റ്റുഡൻറ്റ് എന്നൊക്കെ തള്ളുന്നുണ്ട്. ഓക്കെ, സോ ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അതിൽ അവർ പിന്നെ ഇങ്ങനെ ഓരോ മിത്തോളജിയിലെ പേരൊക്കെ വിളിക്കുന്നുണ്ട് ചൊസ്ബെൽ. പക്ഷേ മിസ് പ്രിസ്ം പറയുന്നത് മൈ നെയിം ഈസ് ലെറ്റീറ്റിയ എന്നുള്ള രീതിയിലാണ് മിസ് പ്രിസ്മിൻ്റെ നെയിം. ഓക്കെ, ദെൻ ദേ ഗോ ഫോർ എ വോക്ക്. എന്തായാലും സിസിലിക്ക് ഭയങ്കര സന്തോഷമാണ്, കാരണം സിസിലിക്ക് അറിയാം എങ്ങനെയെങ്കിലും മിസ് പ്രിസ്മിനെയും ചൊസ്ബെലിനെയും അങ്ങ് ഒഴിവാക്കി വിട്ട് കഴിഞ്ഞാൽ അവരങ്ങ് നടന്നു പോയിക്കോളും, ഇവൾക്ക് പിന്നെ പഠിക്കും വേണ്ടല്ലോ. സിസിലിക്ക് ഷീ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ്, ഷീ ക്യാൻ റൈറ്റ് ഹർ ഡയറി ആൻഡ് ദെൻ escape from the horrible lessons of German history etc. Okay, then അപ്പോഴാണ് അവിടേക്കാർ വരുന്നത്. ആൽഗർണൺ enters as Mr. Ernest Worthing, fall instantly in love with Cicely. She is also interested in him. കാരണം she has this fictional love affair already in വിത്ത് ദിസ് ഏണസ്റ്റ് വർത്തിങ്ങിനോടാണ് അവൾക്ക് ഇങ്ങനെ ഒരു ഈ ആൾക്കുള്ളൊരു എന്താ പറയുക ഒരു താല്പര്യം വരുന്നുണ്ടല്ലോ. മീൻസ് ഷീ ഈസ് എ ഡ്രീമി ഗേൾ. സോ ഷീ ഈസ് റൈറ്റിംഗ് എവറിത്തിങ് ഡൗൺ ഇൻ എ ഡയറി. ഓക്കെ, then she cuts a pink rose and put it on his buttonhole and left to the house. അയ്യോ, ഇവിടെ വന്നു നിന്നിട്ട് നിങ്ങൾ ആദ്യം കണ്ട ഞെട്ടലും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് വേണ്ട രീതിയിലുള്ള സ്വീകരണങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. then Miss Prism and Miss Chosbell returns and meets a sad Jack, okay, who acts as if his younger brother died out of chill in Paris. പിന്നെ ആ ഒരു മോർണിംഗ് ആയിട്ടുള്ള ഡ്രസ്സ്, മീൻസ് ബ്ലാക്ക് കളറിലൊക്കെ ആയിട്ടുള്ള ഹൊറിബിൾ ആയിട്ടുള്ള ആ ഒരു തരത്തിലുള്ള ഡ്രസ്സൊക്കെ ചെയ്ത് ആര് വരുന്നുണ്ട്, ജാക്ക് വരുന്നുണ്ട്. വളരെ ദുഃഖിതനായിട്ടാണ് വരുന്നത്. ആസ് ഹി ഹാസ് ഓൾറെഡി ഡിസൈഡഡ് ടു ഗെറ്റ് റിഡ് ഓഫ് ഏണസ്റ്റ്, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇനിയിപ്പം കല്യാണം കഴിയുമ്പോൾ എന്തായാലും മാരേജ് കഴിയുമ്പോൾ ഗേളിനെ കൊണ്ട് കൺട്രി സൈഡിലേക്ക് വരേണ്ടി വരുമല്ലോ. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും ഇതൊക്കെ ഒന്ന് സെറ്റിലാക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നിട്ട് എങ്ങനെയാണ് ഹു ആക്ട്സ് ആസ് ഇഫ് ഹിസ് യങ്ങർ ബ്രദർ ഡൈഡ് ഔട്ട് ഓഫ് ചിൽ ഇൻ പാരീസ്. പാരീസിൽ വെച്ച് മരിച്ചു പോയി എൻ്റെ ബ്രദർ ഏണസ്റ്റ് വർത്തിങ് എന്ന് പറഞ്ഞിട്ട് പറയാണ് മിസ് പ്രിസ്മിനോടും അതുപോലെ മിസ് ചൊസ്ബെലിനോടും. അപ്പോഴാണ് ആര് വരുന്നത്, സിസിലി റിട്ടേൺസ് ആൻഡ് ഇൻഫോംസ് ഏണസ്റ്റ് വർത്തിങ് ഹാസ് കം ടു വിസിറ്റ് ദം ആൻഡ് നൗ ഹീ ഈസ് എ ചേഞ്ച്ഡ് മാൻ. കാരണം ഓൾറെഡി ഏണസ്റ്റ് ഭയങ്കര അൺറൂളി ആയിട്ടുള്ള ഒരാളാണെന്നാണല്ലോ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സിസിലി പറയാം ആളൊക്കെ ആകെ മാറിയിട്ടുണ്ട്, പിന്നെ വന്നിട്ടുണ്ട്, കാണാൻ വന്നിട്ടുണ്ട്, വീടിൻ്റെ അകത്തുണ്ട് എന്ന് പറയണം. അപ്പോൾ ജാക്ക് ഈസ് ഷോക്ക്ഡ് ആൻഡ് ബിവൈൽഡഡ് ടു സീ ആൽഗർണോൺ പോസിങ് ആസ് ഏണസ്റ്റ് ആൻഡ് ആസ്ക് ഹിം ടു റിട്ടേൺ ടു ടൗൺ. ഓക്കെ, അപ്പോൾ ഉടനടി ഇവിടുന്ന് പോകണം, ഏണസ്റ്റായിട്ടൊന്നും ഇവിടെ നിൽക്കണ്ട, ഇവിടുന്ന് പോയിക്കോളൂ എന്ന് പറയാണ് ആര്, ജാക്ക് ആൽഗർണോണിൻ്റെ. നൗ Algernon proposes to Cicely and she says she is already betrothed to him and shows a ring she bought herself. She says she likes him because of his name is Ernest. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീ ഈസ് ഇൻ എൻ ഇമാജിനറി വേൾഡ് ആൻഡ് ഷീ ഹാസ് റിട്ടൺ എവറിത്തിങ് ഡൗൺ ഇൻ ഹർ ഡയറി ദാറ്റ് ഏണസ്റ്റ് വർത്തിങ് പ്രപ്പോസ് ചെയ്തതും പിന്നെ അതുപോലെ സ്വന്തമായിട്ടൊരു റിങ് വാങ്ങി അത് കയ്യിലൊക്കെ അണിയിച്ചിട്ടുണ്ട്. Cicely is obsessed with the name Ernest. In fact, she even had a fictional engagement with him and noted it in her diary. Algernon decides to christen as Ernest. Departs to find Mr. Chosbell. Means അതാകെ ആ പേരില്ലെങ്കിൽ എന്തായാലും ഇവള് കല്യാണം കഴിക്കില്ല എന്ന് അൽഗർണോണിന് മനസ്സിലായി. സോ ഹി ഡിപ്പാർട്സ് ടു ഫൈൻഡ് മിസ്റ്റർ ചൊസ്ബെൽ. കാരണം പേര് മാറ്റാൻ ക്രിസ്ത്യൻ ചെയ്യാൻ പറ്റുന്ന ആൾ വേണ്ടേ. ഓക്കെ, ദെൻ അപ്പോഴാണ് ആര് വരുന്നത്, അപ്പം നമ്മുടെ അടുത്ത ആൾ വരുന്നത്, ദാറ്റ് ഈസ് മിസ് ഗ്വെൻഡോലിൻ ഫെയർഫാക്സ് എൻറ്റേഴ്സ് ആസ് ഷീ ഹാസ് ദ അഡ്രസ് ഓഫ് ദിസ് കൺട്രി സൈഡ്, ദാറ്റ് ഈസ് ദിസ് മാനർ. അപ്പോൾ എന്നിട്ട് പിന്നെ അവർ തമ്മിലാണ് കണ്ടുമുട്ടുന്നത് ആദ്യം, ആര്, ഗ്വെൻഡോലിൻ ഫെയർഫാക്സും സിസിലിയും. ദെൻ ദേ ഹാവ് ടീ ടുഗെദർ. അപ്പം സിസിലിയെ കണ്ടപ്പോൾ അത്ര ഗ്വെൻഡോലിൻ ഫെയർഫാക്സ് കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ ഒരു കോട്ടസിൻ്റെ ഭാഗമായിട്ട് സിസിലി ടീ ഒക്കെ കൊടുക്കുന്നുണ്ട്. ദെൻ റിവീൽസ് ദാറ്റ് ബോത്ത് ആർ എൻഗേജ്ഡ് ടു മിസ്റ്റർ ഏണസ്റ്റ് വർത്തിങ്. അപ്പം അത് കാരണം രണ്ടുപേർക്കും പരസ്പരം അപ്പം തന്നെ ദേഷ്യമായി. ദെൻ സ്റ്റാർട്ട് ഹേറ്റിംഗ് ഈച്ച് അതർ. സിസിലി പുട്ട് ഷുഗർ ഇൻ ടീ ആൻഡ് സെർവ് ടീ കേക്ക് ടു ഗവൻഡോലിൻ. ആക്ച്വലി ഗവൻഡോലിൻ പറഞ്ഞിട്ടുണ്ടാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീ ഈസ് ഫ്രം ദ ടൗൺ ആൻഡ് സിസിലി ഈസ് എ കൺട്രി സൈഡ് ഗേൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവളെ താഴ്ത്തി കിട്ടുക എന്നുള്ളതാണ് ഗവൻഡോലിൻ്റെ ഒരു മീൻസ് അവർ തമ്മിൽ പ്രശ്നം. ഏണസ്റ്റ് വർത്തിങ് ആണ്
ഈ രണ്ടുപേരും ഏണസ്റ്റ് വർത്തിങ്ങിനോടാണ് എൻഗേജ്ഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദർ ഈസ് എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദം. അപ്പം രണ്ടുപേരും പരസ്പരം ഹ്യൂമിലിയേറ്റ് ചെയ്യാനും അതുപോലെ താഴ്ത്തി കെട്ടുവാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഗണ്ടലൻ സേസ് ദാറ്റ് ടീയിൽ ഷുഗർ വേണമെന്ന് സിസിലി ചോദിക്കുമ്പോൾ ഷീ ജസ്റ്റ് ഡിസ്മിസ് ബൈ സേയിങ് ദാറ്റ് ടീയൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ അല്ലേ, കേക്കൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ അല്ലേ, അതായത് ഫാഷൻ സെൻസ് ഒന്നുമില്ല സിസിലിക്ക് എന്ന് അറിയിക്കാൻ വേണ്ടി, ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗണ്ടലൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും. ദാറ്റ് ഈസ് ടു ഹ്യൂമിലിയേറ്റ് ഹെർ ആസ് ഷീ ക്ലിയർലി സേസ് ഷീ ഡസൻ ഹാവ് ഷുഗർ ആസ് ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ഫാഷൻ. അതായത് ഗണ്ടലന് പറഞ്ഞിട്ടുണ്ടാകും എനിക്ക് ടീയിൽ ഷുഗറൊന്നും വേണ്ട, മധുരണ്ടാതെ ഞാൻ ടീ കുടിച്ചോളാം എന്ന് പറഞ്ഞെങ്കിൽ പോലും സിസിലിക്ക് ദേഷ്യം കൊണ്ട് സിസിലി എന്ത് ചെയ്തു, ഇവളെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഷുഗറും ഒക്കെ ഇട്ട് നല്ലോണം ഇളക്കി പിന്നെ ടീ കേക്ക് ബ്രെഡും ബട്ടറുമാണ് ആർക്കിഷ്ടം, ഗണ്ടലിന് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ടീ കേക്ക് തന്നെ സെർവ് ചെയ്യാണ് ഇൻ ഓർഡർ ടു ഹ്യൂമിലിയേറ്റ് ഈച്ച് അതർ ആൻഡ് ദാറ്റ് ബോത്ത് ഹാവ് കോറൽഡ് ഓവർ ദർ ഫിയാൻസ്. മീൻസ് രണ്ടുപേരും തമ്മിൽ ഭയങ്കര അടിയായി. അത് മീൻസ് ആദ്യമൊക്കെ ഭയങ്കര ഒരു കോൾഡ് വാർ പോലെയാണ് തുടങ്ങിയത്. പിന്നെ ഈ ചായ പ്രശ്നം കഴിഞ്ഞോടുകൂടി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ചീത്തവിളി തുടങ്ങി. ഓക്കെ, നൗ ജാക്ക് എൻറ്റേഴ്സ് ആൻഡ് ഗണ്ടലൻ റിലീവ്സ്. സിസിലി റിവീൽസ് ജാക്സ് ട്രൂ നെയിം. അതായത് എങ്ങനെയാണ്, ജാക്ക് അവിടേക്ക് വന്നപ്പോൾ ഗണ്ടലന് സമാധാനമായി. കാരണം എന്തായാലും ജാക്ക് സിസിലിയായിട്ട് എൻഗേജ്ഡ് അല്ല എന്ന് മനസ്സിലായി. മാത്രമല്ല ജാക്ക് ഒരിക്കലും സിസിലി എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട് എന്നുള്ളതൊന്നും ഗണ്ടലനോട് പറഞ്ഞിട്ടില്ല. മീൻസ് ഹീ ഈസ് പോസിങ് ആസ് ഏണസ്റ്റ് വർത്തിങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒരു ലൈഫ്, വേറെ ഒരു ലൈഫ് ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഹി നെവർ റിവീൽഡ് എനിത്തിങ് ടു ഗണ്ടലൻ. നൗ സിസിലി റിവീൽസ് ജാക്സ് ട്രൂ നെയിം. ഇത് ഏണസ്റ്റ് വർത്തിങ് ഒന്നല്ല, ഇത് ജാക്കാണ്, ജാക്ക് വർത്തിങ് ആണ് എന്ന് പറയാണ് ആര്, സിസിലി. ഹീസ് മൈ ഗാർഡിയൻ എന്നൊക്കെ സിസിലി പറയുന്നുണ്ട്. ദെൻ ആൽഗർണൺ എൻറ്റേഴ്സ് ആൻഡ് ഗണ്ടലൻ സേസ് ഹിസ് നെയിം ഈസ് ആൽഗർണൺ മോൺക്രിഫ്. അപ്പോൾ ഗണ്ടലൻ്റെ ആക്ച്വലി കസിനാണല്ലോ ആൽഗർണൺ മോൺക്രിഫ്. പറയാം ഇതൊന്നല്ല ഏണസ്റ്റ് വർത്തിങ്, ഇത് ആൽഗർണൺ മോൺക്രിഫാണ് എന്ന് പറയാണ്. ദെൻ നോ ബോത്ത് ദ ലേഡീസ് നോ ദ ട്രൂത്ത്. Jack reveals the truth. Both the ladies are offended and they forgive each other. They turned away and leave to house. അവർക്ക് എന്തായി ദേഷ്യം വന്ന് അവർ രണ്ടുപേരും നന്നായി പറ്റിച്ചതാണെന്നുള്ളത് ആർക്ക് മനസ്സിലായി? Both the ladies, they understood and they are very much obsessed. Both of them are equally obsessed with the name ഏണസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെ മാത്രമല്ല, ഇവർ മുന്നേ ജാക്ക് ഇടയിൽ ഈ പ്രശ്നം സോൾവ് ആക്കാൻ വേണ്ടി ഗണ്ടലനോട് സംസാരിക്കുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ എന്താ ഇപ്പോൾ ഈ ഏണസ്റ്റ് എന്ന് പറയുന്ന നെയിമിലൊക്കെ വാട്ട് ഈസ് ദർ ഇൻ ദിസ് നെയിം ഏണസ്റ്റ്? ഫോർ എക്സാമ്പിൾ ഇഫ് ദ നെയിം വാസ് ജാക്ക്, വാട്ട്സ് എ പ്രോബ്ലം വിത്ത് ദാറ്റ് എന്ന് ചോദിക്കുമ്പോൾ ഗണ്ടലൻ പറയുന്നുണ്ട് ഐ ഡോണ്ട് റിയലി ലൈക്ക് ദാറ്റ് കൈൻഡ് ഓഫ് നെയിം, ഇറ്റ് വുഡ് ബി റിയലി ഹൊറിബിൾ എന്നൊക്കെ പറയുന്നത്. അതേപോലെ തന്നെ ആൽഗർണോണും പറയുന്നുണ്ട് സിസിലിയോട്, ഇനിയിപ്പോൾ എന്താ ഏണസ്റ്റ് അല്ല പേര് എന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം, ആൽഗർണോൺ പോലൊരു പേരാണെങ്കിൽ എന്താ വെച്ചാൽ ഐ ഡോണ്ട് റിയലി ലൈക്ക് എന്നുള്ള രീതിയിലാണ് സിസിലിയും പറഞ്ഞിട്ടുള്ളത്. സോ ബോത്ത് ആർ റിയലി ഒഫൻഡഡ്. Okay, then Jack reveals he is going to get christened at 5:30. So Algernon also decides to do the same. Jack wants Algernon to leave immediately. കാരണം ജാക്കിന് ഇഷ്ടമല്ല ആൽഗർണൺ സിസിലിയെ പ്രപ്പോസ് ചെയ്ത് കല്യാണം കഴിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി തിങ്സ് ഹി ഈസ് ഓൺലി ഷീ ഈസ് സ്മോൾ ഗേൾ. മാത്രമല്ല ആൽഗർണൺ നല്ല അൺറൂളി ആയിട്ടുള്ള ഒരാളാണ്. സോ ജാക്ക് ഈസ് നോട്ട് ദാറ്റ് മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ is not that situation to approve Algernon's marriage with Cicely. Now അപ്പം എന്തായി, അതുവരെ ലേഡീസ് തെറ്റി അവരുടെ വീട്ടിലേക്കും മീൻസ് മാനർ ഹൗസിലേക്ക് പോയി. ജെൻറ്റിൽമെൻ രണ്ടുപേരും എന്ത് ചെയ്തു, അവർ നേരെ ക്രിസ്ത്യൻ ചെയ്ത് പേര് മാറ്റാതെ ഇനിയിപ്പോൾ ഇവരുടെ ലവേഴ്സ് എന്തായാലും കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായതുകൊണ്ട് അവർ അതിനു വേണ്ടി പോയി. നൗ മോർണിംഗ്, that is the third act, that is morning room at the manor house. Cicely and Gundren discuss about their lovers, the way how they were treated. ഇപ്പോൾ അവർ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. നേരത്തെ അടിയായിരുന്നെങ്കിൽ ഇപ്പം നല്ല ബന്ധമായി. Then Algernon and Jack enters and beg pardon and reveals that they acted as earnest only to meet them. Okay, അപ്പം they are pleased by the explanation given and forgives their lovers. മീൻസ് അവർ പറയുന്നത് ഏണസ്റ്റായിട്ട് ഞങ്ങൾ അഭിനയിച്ചത് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് വന്നുകൊണ്ട് കൂടെ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പിന്നെ ഏണസ്റ്റ് എന്ന് പറയുന്ന ഒരു പേര് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അതാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് പ്ലീസ്ഡായി. ദെൻ ദ മെൻ റിവീൽ ദാറ്റ് ദേ ആർ ഗോയിങ് ടു ഗെറ്റ് ക്രിസ്ത്യൻ ദാറ്റ് ആഫ്റ്റർനൂൺ ഫോർ ദ സേക്ക് ഓഫ് ദെയർ ലവേഴ്സ്.
The women are really impressed and they embrace each other. Okay. അപ്പോൾ ഈ ഒരു വിവരം കൂടി പറഞ്ഞപ്പോൾ അവർക്ക് രണ്ടുപേർക്കും നല്ല സന്തോഷമായി. നൗ അതിലേക്കാണ് ആര് വരുന്നത്? ദാറ്റ് ഈസ് Lady Bracknell enters and get alarmed, scold her daughter and ask why Algernon is there. അപ്പം ലേഡി ബ്രാക്നൽ മകളെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ആൻഡ് ഈ എന്താണ് അൽഗർണൺ എന്താ ഇവിടെ ചെയ്യണത് ചോദിക്കുകയാണ്. ഇഫ് ഇറ്റ് ഈസ് ദ ഹൗസ് ഓഫ് ബൺബറി എന്ന് ചോദിക്കണം. ദെൻ അൽഗർണൺ സേസ് ബൺബറി ഹാസ് ഡൈഡ് ബൈ എക്സ്പ്ലോഡിങ് ആൻഡ് ഹി ഇൻഫോംസ് ഹെർ ഹി ഈസ് എൻഗേജ് ടു സിസിലി. ഈ ബൺബറി എന്ന് പറയുന്ന ഫ്രണ്ട് ഇല്ല, അങ്ങനെ വയ്യായി ഉണ്ടായി, അങ്ങ് മരിച്ചു പോയി, എക്സ്പ്ലോഡ് ചെയ്തു എന്നൊക്കെ രീതിയിൽ അങ്ങ് പറഞ്ഞ് അൽഗർണോൺ ഒരു ബൺബറി എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെ ഇല്ലാതാക്കാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഹി ഓൾസോ ഇൻഫോംസ് ഹിസ് aunt that he is engaged to Cicely. Then അപ്പോൾ ജാക്കാണല്ലോ സിസിലിയുടെ വാർഡ്, ദാറ്റ് സോറി ജാക്കാണ് ഗാർഡിയൻ. ഓക്കെ, ജാക്ക് റിവീൽസ് സിസിലി ഈസ് ഹിസ് വാർഡ്. ലേഡി ബ്രാക്നൽ ക്വസ്റ്റ്യൻസ് ജാക്ക് ടു നോ സിസിലീസ് റെപ്യൂട്ടേഷൻ. അപ്പോൾ ലേഡി ബ്രാക്നലിനാകെ ഷീ ഈസ് ഇൻട്രസ്റ്റഡ് ഓൺലി ഇൻ വെൽത്ത്. ഓക്കെ, വെൽത്ത്, റെപ്യൂട്ടേഷൻ, അതിന് വേണ്ടിയിട്ട് അതിൻ്റെ പിന്നാലെ മാത്രം പോകുന്ന ഒരാളാണ് ലേഡി ബ്രാക്നൽ. അപ്പം അതിന് വേണ്ടിയിട്ട് സിസിലിയുടെ റെപ്യൂട്ടേഷൻ അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ജാക്ക് റിവീൽസ് ഓൾ ദ ട്രിവിയൽ തിങ്സ്, അങ്ങനെ ഇമ്പോർട്ടൻ്റ് ഒന്നല്ലാതെ അവിടുത്തെ ഇവിടുത്തെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ അവസാനം ആൻഡ് അറ്റ് ദ എൻഡ് ഓൺലി ഹി സേസ്. അപ്പോൾ അതൊക്കെ പറയുമ്പോൾ തന്നെ ലേഡി ബ്രാക്നലിൽ ഇനി വേണ്ട 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 എന്നുള്ള രീതിയിൽ, ഈ ബന്ധം വേണ്ട എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ബട്ട് വെൻ ഹി reveals that she is actually the granddaughter of Mr. Cardew and she inherits a lot of money, she gets interested. That is, Lady Bracknell gets interested in the marriage and approves the marriage. And she is there. കുറച്ച് നാടൻ പെണ്ണാണെന്നുള്ള പ്രശ്നമേ ഉള്ളൂ, മീൻസ് കൺട്രി സൈഡിലുള്ള ഒരു കുട്ടിയാണെന്നുള്ള ഒരു ഇതേ ഉള്ളൂ, അതൊക്കെ നമുക്ക് മേക്കപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് സിസിലി പറയുന്നത്. ലേഡി അപ്പം ആ ഒരു രീതിയിൽ ഒക്കെ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ലേഡി ബ്രാക്നൽ. ആൻഡ് ദെൻ ആസ്ക് സിസിലി ടു കോൾ ഹെർ ആസ് ഓണ്ട് അഗസ്റ്റ. മീൻസ് നമ്മുടെ ഒരു നിലവാരത്തിനനുസരിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് എന്നുള്ള ഒരു കൺഫർമേഷൻ ഇവളുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞപ്പോൾ, സിസിലിയുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞപ്പോൾ ലേഡി ബ്രാക്നൽ ഇസ് ഓക്കെ വിത്ത് ദാറ്റ്. നൗ ജാക്ക് സേസ് ദാറ്റ് ഹി വിൽ നോട്ട് ഗിവ് കോൺസെൻറ്റ് ടു ദ മാരേജ്. ഞാൻ സമ്മതിക്കില്ലേ കല്യാണത്തിന് എന്ന് പറയാണ്. കാരണം ആസ് പെർ തോമസ് കാർഡ്യൂസ് വിൽ സിസിലി കനോട്ട് മാരി അറ്റ് ഹെർ വിൽ അൺടിൽ 35 വിത്തൗട്ട് ഹിസ് കോൺസെൻറ്റ്. ദറ്റ് ഈസ് ലീഗലി ഓഫ് ഏജ്, മീൻസ് അപ്പോഴാണ് ഇവൾക്ക് ഇവിടെ സ്വന്തം കാര്യം ചെയ്യാനുള്ള ഇതുള്ളൂ. അതുവരെ ആർക്കാണ് ഇതിൻ്റെ സമ്മതം കൊടുക്കാനുള്ള, ജാക്ക് പറയാതെ അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം then he bargains. He says that if you are I hope everything is fine here. Is it okay? Yes, okay, fine. Okay, now so then Jack bargains. He says that if you are ready to give consent for my marriage with your daughter, then I will let my ward to marry your nephew. അത്രേ ഉള്ളൂ. എന്നെ ഗൻഡലിനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കാന്നുണ്ടെങ്കിൽ then I will let my ward to marry your അൽഗർണൺ. അങ്ങനത്തെ രീതിയിൽ പറയാണ്. മാത്രമല്ല ഇത്രയും മോശമായിട്ടുള്ള സ്വഭാവമുള്ള ചെറുപ്പക്കാരനെ കൊണ്ട് എന്നെ വിശ്വസിച്ചേൽപ്പിച്ച ഈ കുട്ടിയെ ഞാൻ എങ്ങനെ കല്യാണം കഴിപ്പിക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആര്? ജാക്ക് ഈസ് ആസ്കിങ് ദം. ഓക്കെ, ദെൻ നൗ അപ്പോഴാണ് ഇങ്ങനെ ഈ ഒരു വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ ലേഡി ബ്രാക്നലിനെ എങ്ങനെ ആയാലും സിസിലിയെ അൽഗർണനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് തന്നെയാണ് താല്പര്യം. കാരണം ഷീ ഈസ് ഫ്രം വെൻ it was revealed that she has a huge fortune. She is the heiress of this huge fortune. Lady Bracknell is really interested in that, and then she thinks that Algernon could gets a huge sum of dowry and all that kind of things. Okay, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇപ്പം ഈ ജാക്കിനാണെന്നുണ്ടെങ്കിൽ പേരും ഒന്നും ഇല്ലാത്തത് കാരണം കല്യാണം കഴിപ്പിക്കാൻ താല്പര്യമില്ല. പക്ഷേ ജാക്ക് എന്ത് ചെയ്തു? He used this situation to get approval from Lady Bracknell, that is Aunt Augusta. Then അപ്പോഴാണ് ഡോക്ടർ ചെസ്ബൽ എൻറ്റേഴ്സ് ആൻഡ് റിമൈൻഡ്സ് ദം ഓഫ് ക്രിസ്ത്യനിങ് സെറിമണി. എന്തായാലും പേര് മാറ്റണമല്ലോ, എല്ലാവരും 5:30 ആകുമ്പോഴേക്ക് രണ്ട് ജെൻറ്റിൽമെൻ്റെയും പേര് മാറ്റണം.
മീൻസ് ഏണസ്റ്റ് എന്നാക്കാനുള്ള ആ ഒരു പരിപാടിക്ക് ഓൾറെഡി ഇവർ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ ജോസബൽ എൻറ്റേഴ്സ് ആൻഡ് റിമൈൻഡ്സ് ദം ഓഫ് ക്രിസ്ത്യനിക് സെറമണി ആൻഡ് ഇൻ ബിറ്റ്വീൻ ഹി മെൻഷൻസ് മിസ് പ്രിസ്. ഓക്കെ, മിസ് പ്രിസ്മ എന്നെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ട്, ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോകാൻ എന്ന് പറയുമ്പോൾ ആര് കേൾക്കണത്? ലേഡി ബ്രാക്നൽ ബിക്കംസ് വെരി ക്യൂരിയസ് ആൻഡ് ആസ്ക് ടു സീ മിസ് പ്രിസ്മ. ഓക്കെ, when she saw her, Miss Prism hangs her head in guilty. Lady Bracknell questions her of a baby boy with whom she left her sister's home and never returned. അപ്പം ഈ മിസ് പ്രിസ്മിനെ ആർക്കറിയാം? ലേഡി ബ്രാക്നലിനെ അറിയാം. ലേഡി ബ്രാക്നലിൽ പറയുകയാണ്, നീ എന്താ ചെയ്തത്? ആ കുട്ടിയെ കൊണ്ട് നീ അവിടുന്ന് പോയി, എത്രയോ 28 വർഷം മുന്നേ നീ അവിടുന്ന് വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു, പെരാമ്പുലേറ്ററിൽ കുട്ടീനെ എടുത്തിട്ട് നീ പോയിട്ടുണ്ടായിരുന്നു. മീൻസ് ഇങ്ങനെ കുട്ടികളെ കൊണ്ടുപോവില്ലേ, ആ ഒരു അപ്പം ആ ഒരു അത് ചോദിക്കുമ്പോൾ മിസ് പ്രിസ്മ പറയുന്നത്, മിസ് പ്രിസ്മ അഡ്മിറ്റഡ് ഷീ ഇൻസ്റ്റെഡ് ഓഫ് ലേയിങ് ദ ബേബി ഇൻ ദ പെരാബുലേറ്റർ മിസ്പ്ലേസ് ഇറ്റ് ഇൻ ദ ഹാൻഡ് ബാഗ് വിച്ച് ഷീ ആക്ച്വലി ഇൻറ്റൻഡഡ് ടു കീപ് ഹർ 3 വോളിയൂംഡ് നോവൽ. അപ്പോൾ വലിയൊരു ബാഗിലാണ് അവളുടെ 3 വോളിയൂംഡ് ആയിട്ടുള്ള ഒരു നോവൽ ഉണ്ടായിരുന്നു. അത് ശരിക്കും ആക്ച്വലി അവൾ എന്ത് ചെയ്തു, അബദ്ധത്തിൽ കുട്ടിയെ ബാഗിലും വെച്ചു, ഈ നോവലിനെ എടുത്തിട്ട് പെരാമ്പുലേറ്ററിലും വെച്ചു. ആൻഡ് ഷീ ഫോർഗോട്ട് ദ ഹാൻഡ് ബാഗ് ഇൻ ദ ക്ലോക്ക് റൂം ഓഫ് വിക്ടോറിയ സ്റ്റേഷൻ. എവിടെ മറന്നു വെച്ച അവസാനം ഈ ഹാൻഡ് ബാഗ്? ദാറ്റ് ഈസ് ഇൻ ദ ക്ലോക്ക് റൂം ഓഫ് വിക്ടോറിയ സ്റ്റേഷൻ. അപ്പോൾ തിരിച്ചെങ്ങനെ ചെല്ലും? കുട്ടിയെ കയ്യിൽ നിന്ന് പോയി രണ്ടും മാറി വെച്ചു. അവസാനം പെരാമ്പുലേറ്ററിൽ നോക്കുമ്പോൾ, പെരാമ്പിൽ നോക്കുന്ന സമയത്ത് ആരാണ് അവിടെ? അവിടെ കുട്ടിയില്ല, ഈ 3 വോളിയം നോവൽ മാത്രമേ ഉള്ളൂ. അത്രയും നോവൽ മാത്രമാണ് അതിൻ്റെ അകത്തുള്ളത്. അത് അവിടെ ഇട്ടിട്ട് അവിടുന്ന് മുങ്ങി പോവുകയാണ് ചെയ്തിട്ടുള്ളത് മിസ് പ്രിസ്മ. ആൻഡ് ഷീ ബിക്കോസ് ഓഫ് ഹെർ ഗിൽറ്റ് ഷീ ഡിഡ്ന്റ് ഗെറ്റ് മാരീഡ്. അവരത് കാരണമാണ് ഇങ്ങനെ ഒരു ഭയങ്കര ഒരു ഇത്രയും പ്രായമായിട്ടും കല്യാണമൊന്നും കഴിക്കാതെ സ്പിൻസ്റ്റർ ആയിക്കൊണ്ട് അവർ ജീവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് അവരുടെ ലൈഫിൽ അവർക്ക് മറക്കാൻ പറ്റാത്ത രീതിയിലായി. അപ്പം ലേഡി ബ്രാക്നലിന് നല്ല ദേഷ്യം വന്നു. ആൻഡ് ദെൻ അപ്പോൾ ആക്ച്വലി എന്താണ്? ആക്ച്വലി ലേഡി ബ്രാക്നലിൻ്റെ സിസ്റ്ററായിട്ടുള്ള മിസ് മോൺക്രിഫിൻ്റെ വീട്ടിൽ നിന്ന് മിസ് മോൺക്രിഫിൻ്റെ കുട്ടിയെ കൊണ്ടായിരിക്കുന്നു മിസ് പ്രിസ് പുറത്ത് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ കുട്ടിയാണ് മിസ്സായി പോയ കുട്ടി. എന്തായാലും ജാക്ക് ബ്രിങ്സ് ദ ഹാൻഡ് ബാഗ് ടു കൺഫേം ഇറ്റ് ആൻഡ് തിങ്കിങ് മിസ് പ്രിസ് ആസ് ഹിസ് മദർ എംബ്രേസർ. ആരുടെ കുട്ടിയെന്ന് അതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മിസ് പ്രിസ്മാണ് മദർ എന്ന് കരുതിയിട്ട് ഓടിച്ചെന്ന് മദർ എന്ന് പറഞ്ഞിട്ടൊരൊറ്റ കെട്ടിപ്പിടിക്കൽ എംബ്രേസ് ചെയ്യാണ് ആര്? മിസ് പ്രിസ്മിനെ. അപ്പം മിസ് പ്രിസ്മിന് ദേഷ്യം വന്നിട്ട് മിസ് പ്രിസ്മ പറയുന്നുണ്ട്, ഐ ഡിഡ്ന്റ് ഗെറ്റ് മാരീഡ്. അപ്പോൾ ജാക്ക് പറയുന്നുണ്ട്, ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം, ഇനിയിപ്പോൾ മാരി ചെയ്തിട്ടെങ്കിൽ ഐ ഫോർ ഗിവ് യു മദർ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആക്ച്വലി പക്ഷേ അപ്പോൾ ലേഡി ബ്രാക്നൽ ഇടപെട്ടിട്ട് പറഞ്ഞു, ആക്ച്വലി മിസ് പ്രിസ്മ അല്ല നിൻ്റെ മദർ, ആൻഡ് ജാക്സ് മദർ ഈസ് ആക്ച്വലി ഹെർ സിസ്റ്റർ വിച്ച് മേക്ക് ജാക്ക് Algernon's elder brother. Jacques asked if he had christened and what his name is. എപ്പോഴെങ്കിലും എന്തായാലും ആ ഒരു കാലഘട്ടത്തിൽ ചെറിയ കുട്ടിയുടെ സമയത്ത് മിസ്സായി പോയതാണല്ലോ. അപ്പം ക്രിസ്ത്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പേര് എന്താണെന്ന് ചോദിക്കുമ്പോൾ ലേഡി ബ്രാക്നൽ സേസ് ദാറ്റ് ഹീ ഈസ് നെയിംഡ് ആഫ്റ്റർ ഹിസ് ഫാദർ ആസ് എ ട്രഡീഷൻ ദാറ്റ് ഹീ ഈസ് ഹിസ് ഫസ്റ്റ് സൺ. അപ്പം മൂത്ത കുട്ടിയായത് കാരണം, മൂത്ത ആൺകുട്ടിയാകുമ്പോൾ ആ കുട്ടിക്ക് അവരുടെ ഒരു കസ്റ്റം പ്രകാരം ഫാദറിൻ്റെ പേര് തന്നെയാണ് ഇടുക. But she can't recollect his name and Algernon was only a year old when father died. അപ്പോൾ ആൽഗർണോട് ചോദിക്കാൻ, ഇപ്പോൾ വന്ന് ആൽഗർണൻ ആരായി? യങ്ങർ ബ്രദർ തന്നെ ആയി മാറി ആരുടെ? ജാക്കിൻ്റെ. അപ്പം ജാക്ക് പറഞ്ഞു, ഞാൻ ഒരിടത്തും പോലും സംസാരിച്ചിട്ടില്ല, എനിക്ക് 1 വയസ്സൊക്കെ ഉള്ള സമയത്ത് ഫാദർ മരിച്ചു പോയിട്ടുണ്ട് എന്ന് പറയാണ്. നൗ ജാക്ക് ചെക്സ് ദ ആർമി ലിസ്റ്റ് ബിക്കോസ് ഹി വാസ് ജനറൽ മോൺക്രിഫ് എന്നാണ് ഇവർ പറയുന്നത്. അപ്പം ദർ വാസ് ദ ആർമി ലിസ്റ്റ് ഓഫ് 40 years which was collected and stored or is collected and kept in the മാനർ ലൈബ്രറി. അപ്പോൾ മാനർ ലൈബ്രറിയിൽ അത് ഓടിപ്പോയിട്ട് ജാക്ക് എടുത്തിട്ട് ആർമി ലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആക്ച്വലി ജനറൽ വാസ് സെർവ്ഡ് ഇൻ ഇന്ത്യ ആൻഡ് ഫൈൻഡ്സ് ദ നെയിം ദാറ്റ് ഈസ് ഏണസ്റ്റ് ജോൺ എന്നുള്ളതാണ് ശരിക്ക് ജനറൽ മോൺക്രിഫിൻ്റെ പേര്, ഏണസ്റ്റ് ജോൺ മോൺക്രിഫ്. ഓക്കെ, അപ്പോൾ ആ പേര് തന്നെയാണ് ആർക്ക് ഇട്ടിട്ടുള്ളത്? ജാക്കിന് ഇട്ടിട്ടുള്ളത്, ലേഡി ബ്രാക്നലിന്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഓർമ്മ വന്ന ആ ഏണസ്റ്റ് തന്നെയാണ്. ഐ ഡിഡ്ന്റ് റിയലി ലൈക്ക് ദാറ്റ് നെയിം, എനിക്ക് ഇഷ്ടം തന്നെ ഉണ്ടായിരുന്നില്ല അത് കേൾക്കാനെന്നുള്ളതാണ് ലേഡി ബ്രാക്നലിൻ്റെ ഒരു റിയാക്ഷൻ ഉണ്ടായിരുന്നത്. ദെൻ നൗ ഇറ്റ് ഈസ് റിവീൽഡ് ദാറ്റ് ജാക്സ് റിയൽ നെയിം ഈസ് ഏണസ്റ്റ് ജോൺ മോൺക്രിഫ്. എന്നുള്ളതാണ് ശരിക്കും ജാക്കിൻ്റെ പേര്. ദെൻ ഓൾ എംബ്രേസ് ഈച്ച് അതർ. അപ്പോൾ എല്ലാം സെറ്റിലായി. ജാക്ക് സേസ്, ആൻഡ് അഗസ്റ്റ, ഐ ഹാവ് നൗ റിയലൈസ്ഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് ദ വൈറ്റൽ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏണസ്റ്റ്. ദാറ്റ് ഈസ് ദ ലാസ്റ്റ് ലൈൻ ഓർ ലാസ്റ്റ് കൊട്ടേഷൻ ഓഫ് ദിസ് പെർട്ടിക്കുലർ ഡ്രാമ. ഓക്കെ, അപ്പം വാട്ട് വി ഹാവ് ടു ഫോക്കസ് ഈസ്
basically we need not have to focus on, need to understand the whole story, but when we study this we have to understand, have an idea about what story is. Okay, so we have to focus on special things like, for example, the name Ernest John, real name Ernest John Moncrief, then his father served in India, that kind of small things. Okay, then this thing, bag in, that is handbag in cloakroom of Victoria Station, who left him, Miss Prism. Okay, who Miss placed him. Okay, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ദെൻ അതുപോലെ കുക്കുംബർ സാൻഡ്വിച്ച്, ഇവിടെ നമ്മൾ നോക്കുമ്പം ഇതിൽ എവിടെയാണ്, ഹാഫ് മൂൺ സ്ട്രീറ്റിലുള്ള അൽഗർണൻ്റെ ഫ്ലാറ്റിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഹി വാസ് പ്ലേയിങ് പിയാനോ ആൻഡ് ഹിസ് ബട്ട്ലർ ഇസ് ലെയിൻ. ദെൻ ഹി സേസ് marriage as a misunderstanding, his marriage as a misunderstanding between myself and a young person. Then പിന്നെ കുക്കുംബർ സാൻഡ്വിച്ച് വാസ് പ്രിപ്പയർഡ് ഫോർ aunt ലേഡി ബ്രാക്നൽ. ഓക്കെ, ദെൻ ദി സിഗരറ്റ് പാക്ക്, ദാറ്റ് ഈസ് സിമ്പിൾ, അത് ഗിഫ്റ്റ് ചെയ്തത് സിസിലിയാണ്. സിസിലിയുടെ ഒരു റിട്ടേൺ അത് അതിലുണ്ടായിരുന്നു. ഓക്കെ, അപ്പം സിസിലി ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതാണ് സിഗരറ്റ് കേസ്. സോ സിഗരറ്റ് കേസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. എങ്ങനെയാണ് സിസിലി ഐഡൻറ്റിഫൈ മീൻസ് ഇങ്ങനെ റിവീൽ ചെയ്യപ്പെടാനുള്ള അവസ്ഥ വന്നത് ജാക്കിന് എന്നുള്ളത് സിഗരറ്റ് കേസാണ്. ഓക്കെ, ദെൻ ബൺബറി, വാട്ട് ഈസ് ബൺബറി, ആരാണ്, who coined the term Bunbury, that is Algernon. Okay, അപ്പം ജാക്ക്, അൽഗർണൺ, ഗ്വെൻഡോലൻ, ദെൻ സിസിലി എന്നൊക്കെ ഓപ്ഷൻസ് തരും. അപ്പോൾ അതിൽ മനസ്സിലാക്കുക അൽഗർണൺ ആണ്, ഹീ ഈസ് ബിഹൈൻഡ് ദ കോൺസെപ്റ്റ് ഓഫ് ദ ടേം ബൺബറി, ബൺബറിയിസ്റ്റ്. ഓക്കെ, ദെൻ അതെന്താണെന്നുള്ളത് ചിലപ്പോൾ ചോദിക്കാം. അപ്പം ഇറ്റ്സ് എ ഡിസീറ്റ് ഓർ ഇറ്റ് ഈസ് എ ഡബിൾ ലൈഫ് ദാറ്റ് ഹെൽപ്സ് എ പേഴ്സൺ ടു എസ്കേപ്പ് ഫ്രം ഹിസ് സോഷ്യൽ ഒബ്ലിഗേഷൻസ്. ഓക്കെ, ദെൻ അതുപോലെ വേറെ എന്താണ് ഇതിൽ, പിന്നെ ഇത് വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ദറ്റ് ഈസ് ദ വെഡ്ഡിങ് മാർച്ച് ഈസ് ദ സോങ് ദറ്റ് ഈസ് പ്ലേഡ് ഇൻ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, ദെൻ ഇൻ പൊളിറ്റിക്സ് ഹീ ഈസ് എ ലിബറൽ യൂണിയനിസ്റ്റ് ആൻഡ് ഹീ ഈസ് 29 years old. ജാക്ക് ഈസ് 29 years old. ആൻഡ് ദെൻ ഓഫ് കോഴ്സ് എവിടെയാണ് കണ്ടുകിട്ടിയത്, ദറ്റ് ഈസ് ദ ലാർജ്, ഹി വാസ് ഇൻ എ ലാർജ് ലെതർ ഹാൻഡ് ബാഗ് വിത്ത് handles in the cloakroom Victoria Station. Who adopted him, that is Mr. Thomas Cardew. Then അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. ദെൻ ഗ്വെൻഡോലൻ കൺസിഡർ ദ ഒറിജിൻ സ്റ്റോറി, ജാക്സ് ഒറിജിൻ സ്റ്റോറി ആസ് എ റൊമാൻറ്റിക് വൺ. ഓക്കെ, ദെൻ അവർ Algernon noted the point, the address that is on his shirt cuff. ഷർട്ട് കഫിലാണ് അഡ്രസ്സ് നോട്ട് ചെയ്തത്. ദെൻ മാനർ ഹൗസിൽ ചെല്ലുമ്പം മിസ് പ്രിസ്ം ഇസ് ഇൻട്രസ്റ്റഡ് ഇൻ ചെസ്ബെൽ. ഓക്കെ, ദെൻ ഷീ കട്ട് എ പിങ്ക് റോസ് ഫ്രം ദ ഗാർഡൻ ആൻഡ് പുട്ട് ഇറ്റ് ഓൺ ഹിസ് ബട്ടൺ ഹോൾ. ഓക്കെ, ദെൻ ജാക്ക് ഇൻഫോം ദാറ്റ് ഹിസ് യങ്ങർ ബ്രദർ ഡൈഡ് ഔട്ട് ഓഫ് ചിൽ. ഏർണസ്റ്റ് വർത്തിങ് എങ്ങനെ മരിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഈ ഡൈഡ് ഔട്ട് ഓഫ് ചിൽ ഇൻ പാരീസ്. ഓക്കെ, ദെൻ ബോത്ത് ദ ലേഡീസ്, അതുപോലെ ഇവിടെ വരുന്നത് ടീ ആണ് സെർവ് ചെയ്യുന്നത്. അതിൽ ഷുഗർ ആൻഡ് ടീ കേക്ക്, ഇത് രണ്ടും തമ്മിലുള്ള, ഇത് രണ്ടും ആർക്കും ഇഷ്ടമല്ല, ഗ്വെൻഡോലന് ഇഷ്ടമല്ല. ബട്ട് സിസിലി പേർപ്പസ്ഫുള്ളി സെർവ് ഇറ്റ് ഓൺലി ടു ഇൻസൾട്ട് ഗ്വെൻഡോലൻ. ഓക്കെ, പിന്നെ അതുപോലെ ഇത്രയൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പോയിൻറ്റ്സ്. നമ്മൾ അതൊക്കെയാണ് നോക്കേണ്ടത്, അതല്ലത്. അപ്പോൾ നമുക്ക് കഥ ഒരുപാട് അറിഞ്ഞിട്ട് കാര്യമില്ല. സോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ദെൻ Aunt Augusta, who is Aunt Augusta? Lady Bracknell. And then how is she related to Jack എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഷീ ആക്ച്വലി ജാക്ക് ഈസ് Aunt Augusta ഈസ്, ലേഡി ബ്രാക്നൽ ഈസ് ദ aunt ഓഫ് ജാക്ക് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുക. ദെൻ അതുപോലെ ഹു ഈസ് ദ എംബോഡിമെൻറ്റ് ഓർ റെപ്രസെൻറ്റേഷൻ ഓഫ് വിക്ടോറിയൻ നോംസ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ലേഡി ബ്രാക്നൽ, ദാറ്റ് ഈസ് ലേഡി അഗസ്റ്റ ബ്രാക്നൽ. ഓക്കെ, ദെൻ ഏത് അക്കോർഡിംഗ് ടു ആസ് പെർ തോമസ് കാർഡ്യൂസ് വിൽ, സിസിലി കംസ് ടു ഏജ് അറ്റ് 35. ഓക്കെ, സാധാരണ 18, 19, 20 എന്നല്ല, 35 years ആകുമ്പോൾ മാത്രമേ ഉള്ളൂ ലീഗലി
ഇൻഡിപെൻഡൻ്റ് ആവുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് another important thing. Then who left the child, that is Miss Prism. Then എന്താണ് പകരം വെച്ചത് എന്നുള്ളത്, മാറ്റി വെച്ചത് എന്നുള്ളത്, മിസ്പ്ലേസ്, ദാറ്റ് ഈസ് എ 3 വോളിയം നോവൽ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന മിസ് പ്രിസ്ം, അതാണ് മാറ്റി കുട്ടിക്ക് പകരം വെച്ചത് എന്നുള്ളത് ഓർക്കുക. ദെൻ ഫാദർ എവിടെയാണ് വർക്ക് ചെയ്തിരുന്നത്? ദാറ്റ് ഈസ് ജനറൽ വർക്ക്ഡ് ഇൻ ഇന്ത്യ. ഓക്കെ, ഇൻ ഇന്ത്യ. Then his real name, Jack's real name is Ernest John Moncrief. Ernest John Moncrief. These are some of the points to be remembered. Okay, I hope you understood.